Hello friends, welcome to Swift Tutorial for Beginners Lesson 2. ഇന്നത്തെ ലെസണിൽ നോക്കുന്നത് വേരിയസ് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ് സ്വിഫ്റ്റ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ലെസൺ 1ൽ വേരിയബിൾ ആയിട്ടും അതേപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടും എങ്ങനെയൊക്കെയാണ് ഡാറ്റാസിനെ ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിരുന്നു. വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഡാറ്റാസിനെ മ്യൂട്ടബിൾ ഡാറ്റാസ് എന്നും അതേപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിനെ ഇമ്മ്യൂട്ടബിൾ എന്നും പറയും. കാരണം അതിൻ്റെ വാല്യൂസിനെ പിന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ഇവിടെ നമുക്ക് നമ്മുടെ പ്ലേ ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യാം. ഞാനൊരു പ്ലേ ഗ്രൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ കഴിഞ്ഞ ലെസണിൽ ഞാൻ പറഞ്ഞത് നമ്മൾ കമൻറ്റ് ഈ 2 സ്ലാഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്തെങ്കിലും നമുക്ക് ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും മനസ്സിലാകാൻ വേണ്ടിയിട്ടോ നമ്മൾ ഫ്യൂച്ചറിൽ നോക്കുമ്പോൾ ഇതിന് താഴെ വരുന്ന കോഡ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ കമൻറ്റ് യൂസ് ചെയ്യുന്നത്. കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുക ഈ 2 സ്ലാഷ് ഇടുന്നതിന്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റ ടൈപ്സിനെ പറ്റിയിട്ടാണ്. അതിൽ ഒന്നാമത് വരുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ എൻ്റെ പേര് കൊടുത്തു. ഇതിനെയാണ് ഇപ്പോൾ ഒരു സ്ട്രിങ് ആയിട്ടാണ് അത് എടുക്കുക. കാരണം ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ എന്ത് വാല്യൂ ആണോ കൊടുത്തത് അത് അതേപോലെ തന്നെ അതിനെ ഒരു വേർഡായിട്ട് കൺസിഡർ ചെയ്ത് ഇപ്പോൾ ഇതിന് പകരം നമ്മൾ ഇങ്ങനെ കൊടുത്താലും ഇതിപ്പോൾ സംഭവം 89 എന്ന് പറയുന്നൊരു നമ്പർ കഴിഞ്ഞാലും പക്ഷേ ഇതിനെ എടുക്കുന്നത് അതൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും. എന്തൊക്കെയാണോ എന്ത് വാല്യൂസൊക്കെയാണോ ഈ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് അതിനെ സ്ട്രിങ് ആയിട്ടാണ് അസ്യൂം ചെയ്യുക. ദെൻ അടുത്ത ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റ് ആണ്. ഇൻറ്റിജറിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ 45 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 89 അല്ലെങ്കിൽ ഇപ്പോൾ 9 അങ്ങനെയുള്ള പോസിറ്റീവ് നമ്പേഴ്സ് ആവാം, നെഗറ്റീവ് നമ്പേഴ്സ് ആവാം, അങ്ങനെയുള്ള ഹോൾ നമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻറ്റിജർ വാല്യൂസ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. സ്വിഫ്റ്റ് അങ്ങനെയാണ് എടുക്കുന്നത്, ഇൻറ്റിജറായിട്ട് എടുക്കും. ഇനി അതല്ലാതെ മൂന്നാമത്തെ ഒരു ടൈപ്പാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഫ്ലോട്ടിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറായി. അങ്ങനെ ഒരു ഡെസിമൽ ഉള്ള നമ്പേഴ്സാണ്, ഡെസിമൽ നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്ലോട്ടായിട്ട് എടുക്കുന്നത്. പക്ഷേ അതേപോലെ തന്നെയാണ് അടുത്ത് വരുന്നത്. ഫ്ലോട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡബിളാണ്. ഡബിളിലും സെയിം ഡെസിമൽ പോയിന്റ് നമ്പേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ അതൊന്നും കൂടി ഈ ഫ്ലോട്ടിനേക്കാളും ഒന്നും കൂടി പ്രിസൈസ് ആയിട്ടായിരിക്കും. അതായത് 4.9999 അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒന്നും കൂടി പ്രിസൈസ് ആയിട്ട് ആ നമ്പറിങ് കറക്റ്റായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ യൂസ് ചെയ്യുന്നത്. രണ്ടും ഡെസിമൽ പോയിന്റ് നമ്പേഴ്സിനെ തന്നെ കാണിക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ അടുത്ത ഒരു ടൈപ്പ് വരുന്നത് ബൂളാണ്. BOOL, ബൂൾ. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അത് കണ്ടീഷൻ ചെക്ക് ചെയ്യണ കേസിലൊക്കെയാണ് അത് വരുന്നത്. അതായത് ട്രൂ ആണോ ഫോൾസ് ആണോ ഓർ ഫോൾസ്, ഈ 2 കണ്ടീഷനെയാണ് അത് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടും സ്വിഫ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്സ്: സ്ട്രിങ്, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, ബൂൾ. ഇനി നമ്മളിപ്പോൾ ഒരു വാല്യൂവിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. വേരിയബിളായിട്ട് നമ്മൾ ഒരു ന്യൂ നമ്പർ
ന്യൂ നമ്പറിനെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതേ ന്യൂ നമ്പറിലേക്ക് ഒരു സ്ട്രിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ അവിടെ എറർ കാണിക്കും. ഇങ്ങനെ എറർ കാണിക്കാൻ വേണ്ടിയിട്ട് സ്വിഫ്റ്റിൽ ഈ കോഡെല്ലാം ഇങ്ങനെ ഒരു നമ്പറിനെ ഒരു വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിട്ട് അതേ വേരിയബിളിലേക്ക് നമ്മളൊരു സ്ട്രിങ്ങിനെയാണ് കൊടുക്കുന്നതെങ്കിൽ എറർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സിനൊക്കെ കാണിക്കുന്നതാണ് ടൈപ്പ് സേഫ്റ്റി എന്ന് പറയുന്നത്. കാരണം അത് ഓൾറെഡി സ്വിഫ്റ്റിൽ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന വാല്യൂ ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വേറെ ഇൻറ്റിജർ ആണോ ഫ്ലോട്ട് ആണോ ഡബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ നടക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ എറർ ഉണ്ടാവാൻ കാരണം ടൈപ്പ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി സ്വിഫ്റ്റിനുള്ളത് കൊണ്ടാണ്. ദെൻ അപ്പോൾ ഈ നമ്പറിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ദെൻ നമ്മൾ അടുത്തൊരു വേരിയബിൾ ഉണ്ടാക്കി ഒരു ന്യൂ വേർഡ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു വേർഡ് അസൈൻ ചെയ്ത് കൊടുത്തു. ലെസൺ 2. അപ്പോൾ ഇതൊരു സ്ട്രിങ് ആയിട്ടാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇൻറ്റിജർ ആണ്, ഇതൊരു സ്ട്രിങ് ആണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ഫ്ലോട്ട് ആണെങ്കിൽ ഇതിന് പകരം ഒരു ന്യൂ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് 4.5 അസൈൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഡബിൾ ആണെങ്കിൽ ഒരു ന്യൂ ഡബിൾ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. എന്നിട്ട് അതിനെ ഈ വാല്യൂയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് 8 എന്ന് പറയുന്നത് നമ്മൾ ഈ ന്യൂ നമ്പറിലേക്ക് അസൈൻ ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്വിഫ്റ്റ് തനിയെ ഓട്ടോമാറ്റിക്കലി അത് അസൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെയാണ് ടൈപ്പ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. അതായത് 8 എന്ന് ഇവിടെ എന്താണോ വാല്യൂ ഉള്ളത് അതെന്താണോ അതിൻ്റെ ടൈപ്പ്, സ്ട്രിങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, അല്ല അപ്പോൾ ഇൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇൻറ്റിജർ ആണ്, അപ്പോൾ ഇൻറ്റിജർ ആയിരിക്കും ഈ ന്യൂ നമ്പർ എന്നുള്ള ആ ഒരു വാല്യൂവിൽ ഇൻറ്റിജർ മാത്രമാണ് വരാൻ പാടുള്ളൂ എന്നുണ്ടായിരിക്കും പിന്നെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്കലി അതിനെ അസ്യൂം ചെയ്ത് എടുക്കുകയാണ് ഏത് ടൈപ്പാണ് ആ ഒരു വേരിയബിളിൽ എന്നുള്ളത്. അതിനെയാണ് ടൈപ്പ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് അനോട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ ടൈപ്പ് അനോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലെറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോളൻ ഇട്ടിട്ട് നമ്മളിവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് സ്പേസ് ഇട്ടു ഈക്വൽ ടു പിന്നെ ഒരു സ്പേസ് ഒരു 50. ഇതിനെയാണ് ടൈപ്പ് അനോട്ടേഷൻ എന്ന് പറയുന്നത്. ടൈപ്പ് അനോട്ടേഷൻ അതായത് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞു കൊടുക്കുകയാണ്. ഇൻറ്റിജർ വാല്യൂസ് മാത്രമായിരിക്കും ഈ എക്സ് എന്ന് പറഞ്ഞ വാല്യൂവിലേക്ക് നമ്മൾ പുറമേ നിന്നും ഇത് അസ്യൂം ചെയ്തെടുക്കുകയാണ്. പക്ഷേ ഇത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇൻറ്റിജർ വാല്യൂ മാത്രമാണ് എക്സിന് പാടുള്ളൂ, അതിലേക്കുള്ള വാല്യൂസാണ് നമ്മളിപ്പോൾ അസൈൻ ചെയ്യുന്നത് 50 എന്നുള്ളത്. അതേപോലെ തന്നെ ലെറ്റ് ഇപ്പോൾ ഒരു ലെറ്റ് വൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, സ്ട്രിങ് ആണ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രിങ് വാല്യൂ എഴുതി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഈ വൈ എന്ന് പറഞ്ഞ വാല്യൂവിലേക്ക് നമ്മൾ സ്ട്രിങ് വാല്യൂസ് മാത്രമായിരിക്കും അസൈൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് പകരം ഞാനിവിടെ എന്തെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ അവർ എറർ കാണിക്കും. കാരണം ഓൾറെഡി നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ സ്ട്രിങ് വൈ എന്ന് പറയുന്നത് സ്ട്രിങ് വാല്യൂ സൂക്ഷിക്കാനുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ് വൈ.
അപ്പോൾ അതിലേക്ക് നമ്മൾ 7 എന്ന് പറഞ്ഞ ഒരു ഇൻറ്റീജർ ആണ് അസൈൻ ചെയ്ത് കൊടുക്കുമെങ്കിൽ അവിടെ എറർ വരും. അപ്പോൾ നമ്മൾ ഇതിന് എന്തെങ്കിലും ഒരു സ്ട്രിംഗ് വാല്യൂസ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടൈപ്പ് അനോട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിലെല്ലാം എഴുതുമ്പോൾ കാണാം, ഇപ്പോൾ ഈ ഇൻറ്റ് എന്ന് പറയുമ്പോഴും അതുപോലെ സ്ട്രിംഗ് എന്ന് പറയുമ്പോഴൊക്കെ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എന്ന് പറയുന്നതും അതുപോലെ എസ് എന്ന് പറയുന്നതും ഇങ്ങനെയുള്ള ആ ഡാറ്റ ടൈപ്പിൻ്റെ നമ്മൾ പ്രത്യേകം എടുത്ത് അതിന് ക്യാപിറ്റലാണ് പറയുന്നത്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ടൈപ്പ് അനോട്ടേഷനും അതുപോലെ ഇത് ടൈപ്പ് ഇൻഫറൻസും ആണ്. അതായത് ഇത് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്കലി അസ്യൂം ചെയ്ത് കൊടുക്കും ഏത് ഡാറ്റ ടൈപ്പാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ ടൈപ്പ് അനോട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ശരിക്കും ഒരു ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ടൈപ്പ് അനോട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ്. കാരണം പിന്നെ അത് ഫ്യൂച്ചറിൽ അതൊരു എറർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നമ്മൾ പറയുന്നതായിരുന്നു ഏത് ഡാറ്റ ടൈപ്പാണെന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. എക്സിൽ എന്താണ് സൂക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ വൈയിൽ എന്താണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അതാണ് ഡാറ്റ ടൈപ്സിനെ പറ്റി പറയാനുള്ളത്. ലെസൺ 2 കഴിഞ്ഞിരിക്കുന്നു. ലെസൺ 2-ലാകെ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഈ 5 ടൈപ്പ് ഡാറ്റ ടൈപ്സും അതിൽ ഈ ടൈപ്പ് ഇൻഫറൻസും അതുപോലെ തന്നെ ടൈപ്പ് അനോട്ടേഷനെ പറ്റി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലെസൺ 3-ൽ കാണാം. എല്ലാവരും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.